നിങ്ങളുടെ ഫോണിലെ മെമ്മറി ഫുള്ളായി എന്ന് കാണിക്കുമ്പോൾ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യാറുണ്ട് എങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആരും അധികം ഉപയോഗിക്കാത്ത എന്നാൽ അൺലിമിറ്റഡ് ഫയലുകൾ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സൂപ്പർ വിദ്യയാണ്. അതാണ് നമ്മുടെ ടെലഗ്രാം. ടെലഗ്രാം വെറും ഒരു മെസ്സേജിംഗ് ആപ്പ് മാത്രമല്ല, ഇതിലൂടെ നിങ്ങൾക്ക് 2 GB വരെയുള്ള വലിയ ഫയലുകൾ പോലും യാതൊരു ക്വാളിറ്റി മാറ്റവുമില്ലാതെ ക്ലൗഡിൽ സൂക്ഷിക്കാം. ഗൂഗിൾ ഡ്രൈവിലും മറ്റും സ്റ്റോറേജ് തീരുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. എന്നാൽ ടെലഗ്രാമിൽ ഇവ തികച്ചും സൗജന്യമാണ്. അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനായി നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം ടെലഗ്രാം എന്ന് സെർച്ച് ചെയ്ത് ടെലഗ്രാം ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ഞാൻ ഈ ആപ്ലിക്കേഷൻ കുറേയായി ഉപയോഗിച്ച് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓപ്പൺ കൊടുക്കുന്നു. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് വലത് സൈഡിൽ മുകളിലായിട്ടൊരു 3 ഡോട്ട് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പോപ്പപ്പിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാം. നൈറ്റ് മോഡ്, ന്യൂ ഗ്രൂപ്പ്, സേവ്ഡ് മെസ്സേജ്. അതിൽ നമുക്ക് സേവ്ഡ് മെസ്സേജ് എന്നുള്ളതാണ് വേണ്ടത്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ക്ലൗഡ് സ്റ്റോറേജ് സ്പേസ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എടുത്ത ഫോട്ടോസും വീഡിയോസും എന്തും തന്നെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തിടാം. ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ക്ലിപ്പ് ഐക്കൺ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് താഴെ കാണുന്ന സെൻഡ് ബട്ടൺ അമർത്തുക. അതൊക്കെ തന്നെ നമ്മുടെ ക്ലൗഡിൽ സ്റ്റോറേജ് ആയിട്ട് നിൽക്കും. പിന്നീട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാലോ അല്ല അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാലോ ഒന്നും തന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല. കാരണം മറ്റൊരു ഫോണിൽ നിങ്ങൾ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡാറ്റയും ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതല്ലാതെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഓഡിയോസും നിങ്ങളുടെ ഡോക്യുമെൻറ്റും ഒക്കെ വെവ്വേറെ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ട്രിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ശ്രീരേഷ്. ഗുഡ് ബൈ.